മാറ്റണമെന്നല്ല സാർ പറഞ്ഞു, ഞങ്ങളെ ചുമന്ന് മാറ്റണമെന്നാണ്. എന്നാൽ അദ്ദേഹം മാറാൻ തയ്യാറാവില്ല. അപ്പോൾ നമ്മൾ കട്ടിലോടക്കം ചുമന്നുകൊണ്ടേ മാറ്റേണ്ടി വരും എന്നാണ്. കാരണം വി എം സുധീറിനെ കുറിച്ച് എനിക്ക് സംശയം തോന്നിയത് ഈ ലാവലിൻ കേസിൽ വി എം സുധീറിൻ്റെ അടുത്തൊരു നിലപാട് കണ്ടിട്ടാണ്. അപ്പം അന്നത് സമർപ്പിച്ച ആ അപ്പീൽ സമർപ്പിച്ചപ്പം അതിനോടൊപ്പം തന്നെ തന്നെ കൂടി ഇതിനകത്ത് കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വി എം സുധീറിന് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തു. എന്ത് വാങ്ങി നിങ്ങൾ പിണറായി വിജയനിൽ നിന്ന്, എത്ര കോടി വാങ്ങി എന്ന് പറഞ്ഞു പോലും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി രാപ്പകൽ പണിയെടുത്ത ആളാണ് സുധീരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം രതീഷ, എനിക്ക് 100% ഉറപ്പാണ് ഇയാൾ പിണറായി വിജയന്റെ കൂലിയടിമയാണ് ഇയാൾ. മോൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ തൊലപ്പനലി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു തൊലപ്പനലിയാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇല്ല. ഇവിടെ KPCC പ്രസിഡന്റ് അമേരിക്കക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വേറെ ആർക്കെങ്കിലും ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ കുറെ കൂടി സംഘടന പുനരുജ്ജീവിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് CPM-ന്റെ ഏറ്റവും വലിയ കുന്തമുനയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ദുർബലനാക്കാനുള്ള ഒരു കേസാണ് ലാവ്ലിൻ കേസ്. പിണറായി വിജയനെ ദുർബലനാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധമാണ് സുധീറിന്റെ കയ്യിലിരിക്കും. അങ്ങനെയെങ്കിൽ ഈ അഴിമതി എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള അഴിമതിക്കെതിരെ മാത്രമേ ഇയാൾ അഭിപ്രായം പറയുള്ളൂ. എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഈ ഗവൺമെന്റിനെതിരെ തീരുമാനിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ കയറി അതിനെ കംപ്ലീറ്റ് അയാൾ തകർക്കുകയാണ് ചെയ്യും. ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പിണറായി വിജയൻ പറയുന്ന പിണറായി വിജയനെ വെറുതെ അങ്ങ് വിടുന്നു. വി എം സുധീരനെ പോലെയുള്ള ആളുകളെയാണ് ജനം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കുറച്ചുകൂടി കണ്ടിരുന്നതെങ്കിൽ വളരെ ഭീകരമല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയും അവസ്ഥ? എന്താണെന്ന് കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആർക്കെതിരെ എന്തും സംഭവിക്കാം. ഇവിടെ എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും യേസ് മൂളുന്ന ഒരു ആൾ മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ് ഇവിടെ. ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് ഈ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. KM ഷാജഹാൻ സാറുമൊത്തുള്ള ഒരു പ്രതിവാര പരിപാടി വൈബ്രന്റ് വ്യൂസിലേക്ക് സ്വാഗതമെല്ലാവരും. സ്വാഗതം സാർ. സാർ, എൻ്റെ ആദ്യത്തെ ചോദ്യം, സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് KPCC പ്രസിഡൻ്റായിട്ടുള്ള K സുധാകരനെ മാറ്റണമെന്നല്ല സാർ പറഞ്ഞു, ഞങ്ങളെ ചുമന്ന് മാറ്റണമെന്നാണ്. എന്നാൽ അദ്ദേഹം മാറാൻ തയ്യാറാവില്ല. അപ്പോൾ നമ്മൾ കട്ടിലോടക്കം ചുമന്നുകൊണ്ടേ മാറ്റേണ്ടി വരും എന്നാണ്. അപ്പോൾ അങ്ങനെ മാറ്റേണ്ടി വരും എന്നുള്ള ആ വീഡിയോ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് മറ്റേ വി എം സുധീരൻ KPCC യോഗത്തിൽ വരികയും ആഞ്ഞടിക്കുകയും അതുമായിട്ടുണ്ടായുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? സാറിൻ്റെ അഭിപ്രായത്തോട് വി എം സുധീരനെ യോജിച്ചതാണോ അതോ? അല്ല, വി എം സുധീരനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം വി എം സുധീറിനെ കുറിച്ച് എനിക്ക് സംശയം തോന്നിയത് ഈ ലാവലിൻ കേസിൽ വി എം സുധീറിൻ്റെ അടുത്തൊരു നിലപാട് കണ്ടിട്ടാണ്. കാരണം ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ്റെ കാലം മുതൽ ആ വിഷയത്തിൽ ഞാൻ ഇടപെടുന്ന ഒരാളാണ്. അപ്പം അന്ന് 2017 ഒക്ടോബർ 10 പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ CBI സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നത്. പ്രതീക്ഷ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 2017 ഒക്ടോബർ 10 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 6 വർഷം മുമ്പ്. അപ്പം അന്നത് ആ അപ്പീൽ സമർപ്പിച്ചപ്പം അതിനോടൊപ്പം തന്നെ തന്നെ കൂടി ഇതിനകത്ത് കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വി എം സുധീറിന് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തു. കാരണം എന്നെ കൂടെ കേൾക്കണം എന്നും പറഞ്ഞു. ആ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തിട്ട് ഇന്ന് 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അപ്പം പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരായിട്ടാണല്ലോ വി എം സുധീരനും അവിടെ പ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെറ്റീഷൻ കൊടുത്തത്. ഈ 6 വർഷത്തിനിടയിൽ ഒരു തവണ പോലും ഈ കേസ് അർജന്റായി ഹിയർ ചെയ്യണം, ഏർലി ഹിയറിംഗ് പെറ്റീഷൻ പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് പ്രകാരം ഒരു തവണ പോലും വി എം സുധീരൻ ഏർലി ഹിയറിംഗ് പെറ്റീഷൻ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കൊടുക്കാതിരുന്നതിനെ തുടർന്നിട്ട് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ എന്ത് വാങ്ങി നിങ്ങൾ പിണറായി വിജയനിൽ നിന്ന്, എത്ര കോടി വാങ്ങി എന്ന് പറഞ്ഞു പോലും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തിട്ട് പോലും ഒരു മറുപടിയില്ല. മനസ്സിലായോ? അവിടെ നിന്ന് നമ്മൾ സമകാലിക സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 36 ദിവസമായിട്ട് നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ബസ് യാത്ര, നമ്മുടെ പറയക്കുട്ടി ചേച്ചി പറയുന്ന പോലെ വിനോദയാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയനെതിരെ കമാന്നൊരു അക്ഷരം സുധീരൻ പറഞ്ഞതായി കാണുന്നില്ല. മറുഭാഗത്ത് കോൺഗ്രസ് മരവിച്ച് കിടന്ന് കോൺഗ്രസ് ഒരു അനക്കമുണ്ടായത് കഴിഞ്ഞൊരു 1-2 ആഴ്ച കൊണ്ടാണ്. കാരണം അടികൊണ്ട് ഈ പറഞ്ഞ പോലെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ കുറച്ചൊന്നൊരു അനക്കം സംഭവിച്ചു. ആ അനക്കം സംഭവിച്ച സമയം
കണക്ക് കൂട്ടി ഇയാൾ വന്നിട്ട് അവർക്കിട്ട് അടിക്കുകയാണ്. മനസ്സിലായി? അപ്പം നമ്മൾ സുധീരൻ്റെ പഴയ കാലം പോലും ഒന്ന് ആലോചിച്ച് നോക്കി. 2016 ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി രാപ്പകൽ പണിയെടുത്ത ആളാണ് സുധീരൻ. അന്നൊരു കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് കഥ പറഞ്ഞത്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അതായത് UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് സുധീരനാണ് KPC പ്രസിഡന്റ്. അപ്പം തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം KPCCയുടെ യോഗം നടക്കുകയാണ്, എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്. എല്ലാ നേതാക്കന്മാരും അതിനകത്ത് ഇരിപ്പുണ്ട്. ആ യോഗത്തിൽ വെച്ച് രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ സുധീരൻ ഒരു പ്രസ്താവന നടത്തി. ഇവിടെ നടക്കുന്നത് കാട്ടുകൊള്ളയാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്ന കാട്ടുകൊള്ളയാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തി. അപ്പോൾ അതിനകത്തിരുന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും തലയിൽ കൈവച്ചു. പക്ഷേ അതിനകത്ത് ഇരുന്ന ഒരു കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞു വെച്ചാൽ ഷാജഹാന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം 11 മണി കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ചാനലിലൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഈ ആൾ MLA ആണ്. അയാൾ MLA ക്വാർട്ടേഴ്സിൽ ചെന്ന് TV തുറന്നപ്പോൾ അത് സ്ക്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ MLA എന്നോട് പറഞ്ഞത് ഇയാളിതിങ്ങനെ പറയുമെന്നുള്ളത് അയാൾ നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ 2016 ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി മുഴുവൻ ചെയ്ത ആളാണ് ഇയാൾ. ഈ ആളാണ് ഇപ്പം 2.5 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ഒരല്പം മെച്ചപ്പെട്ടു എന്ന് വന്നപ്പോൾ ഈ KPCC യോഗത്തിൽ വന്നിട്ട് ഇയാൾ ഈ വർത്തമാനങ്ങൾ പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയെ സംബന്ധിച്ച് മോഡിയുടെ കെണിയിൽ വീഴും ഇത് മൃദു ഹിന്ദുത്വ നിലപാടെന്നൊക്കെയാണല്ലോ പറയും. ഈ മൃദു ഹിന്ദുത്വ നിലപാടെന്ന് പറയുന്ന ആൾ കേരളത്തിൽ അയോധ്യ വിഷയം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എന്താണ് ഇതിനെക്കുറിച്ച് മിണ്ടാത്തതെന്ന് ചോദിച്ചിട്ടില്ല. അവരും വളരെ ഈ പറഞ്ഞ പോലെ സങ്കീർണമായിട്ടാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രതീഷ, എനിക്ക് 100% ഉറപ്പാണ് ഇയാൾ പിണറായി വിജയൻ്റെ കൂലിയടിമയാണ് ഇയാൾ. അതിനേക്കാൾ അപ്പുറത്തൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കാനില്ല. കാരണം കോൺഗ്രസ് ഒരല്പം പച്ച പിടിച്ചു എന്ന് വന്നപ്പം അയാൾ കോൺഗ്രസിനിട്ട് അടിക്കുകയാണ്. അയാളുടെ പ്രധാനപ്പെട്ട ജോലി അയാളുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അയാളുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അയാൾ എന്താണ് ഇനി കോൺഗ്രസിൽ നിന്ന് ആവാനുള്ളത്? അയാൾ MLA ആയിട്ടുണ്ട്, അയാൾ ആരോഗ്യമന്ത്രി ആയിട്ടുണ്ട്, അയാൾ സ്പീക്കറായിട്ടുണ്ട്, എത്രയോ തവണ MP ആയിട്ടുണ്ട്, KPCC പ്രസിഡന്റും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങൾ കോൺഗ്രസിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അയാൾ നിർണായക സമയങ്ങളിൽ കോൺഗ്രസിനെ ഈ ബാക്ക് സ്റ്റാബ് ചെയ്യുകയാണ്. മനസ്സിലായി? അപ്പം അത് ചെയ്തപ്പം ഇപ്പം UDFനകത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന ആളാണ്. അയാൾ രഹസ്യാത്മകമായിട്ടാണ് ഈ ചരട് വലി നടത്തുന്നതെങ്കിൽ പിണറായി വിജയന് വേണ്ടി പരസ്യമായി കോൺഗ്രസിനെ തകർക്കുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മോൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ തൊടപ്പനലി എന്നാണ് പറയുന്നത്, അങ്ങനത്തെ ഒരു തൊടപ്പനലിയാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇല്ല. ഇവിടെ എനിക്ക് ക്രിട്ടിക്കലായ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ VM സുധീരൻ എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൻ്റെ ഒരു പ്രതിച്ഛായ, അദ്ദേഹം അങ്ങനെയാണോ ഇല്ല എന്നൊക്കെയുള്ള ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. പക്ഷേ പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കാത്ത, ഒരു ജനറൽ ട്രാൻസ്ഫറിനപ്പുറം ഒരിക്കലും ചെയ്യാത്ത ഒരാളെന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാജഹാൻ സാറിനെ പോലെ ഒരാൾ വന്ന് ഈ ലാവ്ലിൻ കേസിൽ ഇയാൾ എത്ര കോടി വാങ്ങി എന്ന് പറയുന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചാൽ അത് എത്രത്തോളം ആളുകൾ മുഖവിലക്കെടുക്കുമെന്ന് എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ VM സുധീരൻ ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും മാതൃകയായിട്ടുണ്ട്. ഞാനിനി മത്സരിക്കുന്നില്ലെന്നും ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് AICC നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ ആലപ്പുഴയിൽ മത്സരിക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അത് ഫാക്ച്വലി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ KPCC പ്രസിഡന്റ് അമേരിക്കക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വേറെ ആർക്കെങ്കിലും ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ കുറേ കൂടി സംഘടന പുനരുജ്ജീവിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അയോധ്യ കേസിൽ അയോധ്യയിലേക്ക് കൃത്യമായ നിലപാട് കോൺഗ്രസ് എടുക്കണമെന്ന് പറയുന്നു. ഇതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബാബു ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ബാബു പറഞ്ഞത് ഞാൻ തോൽക്കാൻ കാരണമായത് VM സുധീരനാണ്, കാരണം VM സുധീരൻ ഞാനൊരു കളങ്കിത രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുന്ന ഒരു കേരള സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ബെന്നി ബെഹനാന് സീറ്റ് കൊടുക്കുന്നതിന് അദ്ദേഹം വലിയ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഈ നിലപാടുകൾ VM സുധീരൻ എടുത്തതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു, VM സുധീരൻ തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന്റെ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് എന്നുള്ളതിലേക്ക് ഇതിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണ്ടേ? അല്ല, അതിൽ ഞാനതിനോട് വിയോജിക്കുന്നില്ല, ഒരു തലത്തിൽ വിയോജിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി രതീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് CPMന്റെ ഏറ്റവും വലിയ കുന്തമുനയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ദുർബലനാക്കാനുള്ള ഒരു കേസാണ് ലാവ്ലിൻ കേസ്.
അത് തുണ്ടരാജനെ ഏറ്റവും ദുർബലനാക്കാനുള്ള കേസാണ് ലാവ്ലിൻ കേസ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ലാവ്ലിൻ കേസ് പഠിച്ചതുപോലെ വേറെ ആരും പഠിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇത് VS അച്യുതാനന്ദൻ്റെ തന്നെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരികയും ഇതിനുവേണ്ടി മുഴുവൻ ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ CPM-ന്റെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാക്കാൻ കഴിയുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു കേസാണ് ലാവ്ലിൻ കേസ്. ആ ലാവ്ലിൻ കേസിൽ അയാളുടെ ശക്തി കുറയ്ക്കാനും അയാളുടെ മസ്തകത്തിന് അടിക്കാനുമുള്ള ഒരു അവസരം ആണ് ലാവ്ലിൻ കേസിൽ ഇയാൾ കക്ഷി ചേർന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? വേറുള്ളവരാരും കക്ഷി ചേരാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടില്ല. മനസ്സിലായി? വേറുള്ളവർക്ക് ഇനി കക്ഷി ചേരാൻ അപേക്ഷ കൊടുക്കാനും കഴിയില്ല. അപ്പം അതുകൊണ്ട് പിണറായി വിജയനെ ദുർബലനാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധമാണ് സുധീരൻ്റെ കയ്യിലിരിക്കുന്നത്. ആ സുധീരൻ കഴിഞ്ഞ 5-6 വർഷക്കാലവും ഒരു തവണ പോലും അതിനകത്ത് ഇടപെടാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നെപ്പോലെ ഒരാളുടെ ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം സുധീരനെതിരെ ഉണ്ടായിട്ട് പോലും ഇപ്പം ഞാനിപ്പോൾ സുധീരൻ പിണറായി വിജയനിൽ നിന്ന് എത്ര കോടി വാങ്ങി എന്ന് ചോദിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അപ്പം സ്വാഭാവികമായി സുധീരൻ വന്നിട്ട് പറയാമല്ലോ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, അത് ചോദ്യമാണ്. പക്ഷേ അതിനെല്ലാം മൗനമാണ് അയാളുടെ മറുപടി. മനസ്സിലായി? ഞാൻ അതിനുശേഷം പല അവസരങ്ങളിലും അങ്ങനെ നേരിട്ട് പോലും കണ്ടിട്ടുണ്ട്, പല പൊതുവേദികളിലും. അത് വളരെ സംശയകരമായ മൗനമാണ്. അത് വളരെ അർത്ഥഗർഭമായ മൗനമാണെന്നാണ് ഞാൻ പറയുന്നത്. അയാളുടെ നിലപാട് വ്യക്തമാക്കാമല്ലോ. ഇനി രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം പ്രതീക്ഷ, എന്തുകൊണ്ടൊരു ഏർലി ഹിയറിംഗ് പെറ്റീഷൻ ഇയാൾ കൊടുക്കുന്നില്ല? ഞാൻ അതിനകത്ത് ഇടപെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഇപ്പം ഞാൻ അവസാനമായിട്ട് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനായിട്ട് ദേവദത്ത് കമ്മത്താണ് ഇയാളുടെ വക്കാലത്ത് എടുത്തിരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഒരു തവണ പോലും ദേവദത്ത് കമ്മത്തിനെ ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ KPCC-യുമായിട്ടും ബെന്നി ബെഹനാനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ മനു അഭിഷേക് സിംഗ്വിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ എന്താന്ന് പറഞ്ഞാൽ, ദേവദത്ത് കമ്മത്ത് എന്ന് പറയുന്ന ഈ അഭിഭാഷകരെ ഒരു തവണ പോലും അയാൾ ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ദേവദത്ത് കമ്മത്തിൻ്റെ തന്നെ ഇപ്പോഴത്തെ പുതിയ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് ഫീസ് കൊടുത്തിട്ടില്ല. അയാൾ അവസാനമായി ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇനി ഫീസ് തരാതെ എനിക്ക് ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ രതീഷേ, ഇതല്ലേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധം? ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ CPM-ഉം BJP ആയിട്ട് അന്തരാള ബന്ധമുണ്ടെന്ന് പൊതുമണ്ഡലത്തിൽ വലിയ തോതിലുള്ള ചർച്ചയുള്ളത്. 39-40 തവണ ബെഞ്ചിൽ വന്ന് മാറ്റിവെച്ചു. ബെഞ്ചിൽ വരാതെ, അതായത് രജിസ്ട്രിയിൽ വരും, കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യും, ഡേറ്റ് ഒരു 10-25 പ്രാവശ്യമായിട്ട് മാറ്റി, ഒരു 50 പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റിവെച്ച ഈ കേസിൽ പിണറായി വിജയനെ അടിക്കാനുള്ള ഏറ്റവും വലിയ വടിയും കൊണ്ട് 5 വർഷക്കാലം നടന്നിട്ടും അത് എടുത്ത് ഒന്ന് അടിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതും, അടിക്കാൻ തയ്യാറാവാത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എന്നെപ്പോലൊരു പൊതുപ്രവർത്തകൻ പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ടും കാമാന്തരക്ഷം മിണ്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ താൻ അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു പേഴ്സണൽ സെൽഫ് അഗ്രൻഡൈസ്മെന്റ്, അതിൻ്റെ ഒരാളാണ് അയാൾ. അതിൽ ആരും തർക്കമില്ല. അങ്ങനെയെങ്കിൽ ഈ അഴിമതി എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള അഴിമതിക്കെതിരെ മാത്രമേ ഇയാൾ അഭിപ്രായം പറയുള്ളൂ. അഴിമതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അഴിമതി, CPM അഴിമതി, BJP അഴിമതി എന്ന് പറഞ്ഞൊരു അഴിമതി ഇല്ലല്ലോ. അഴിമതി എന്ന് പറഞ്ഞാൽ ഒരേ അഴിമതിയല്ലേ ഉള്ളൂ. പിണറായി വിജയൻ അഴിമതി നടത്തുന്നില്ല എന്ന് VM സുധീരൻ്റെ അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. അഴിമതി എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സുധീരന് പോലും ഒരു തർക്കം ഉണ്ടാവില്ല. അഴിമതി മാത്രമാണോ? പരിസ്ഥിതി കയ്യേറ്റങ്ങൾ, സ്ത്രീവിരുദ്ധത, പോലീസ് അതിക്രമം, ഇതിൻ്റെ എല്ലാം പരകോടിയല്ലേ രതീഷ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്? ഇപ്പം നവകേരളമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ആലോചിച്ചു, എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരെ, ഞാൻ പറഞ്ഞു ഞാനൊരു കോൺഗ്രസ്സുകാരൻ പോലുമില്ല, പക്ഷെ എൻ്റെ മനസ്സ് വിങ്ങുകയാണ്, എൻ്റെ ഹാർട്ട് ബീറ്റ് പോവുകയാണ് ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനെ അടികൊള്ളുമ്പോൾ. അപ്പം അതുപോലെ അതിക്രൂരനായിട്ടുള്ള, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഡിക്റ്റേറ്ററായിട്ട് ഇയാൾ ചെയ്യുമ്പോൾ അതിനെതിരെ സുധീരനൊന്നും മിണ്ടാനില്ല, സുധീരനൊരു അഭിപ്രായം പറയാനില്ല. പിണറായി വിജയൻ നടത്തുന്ന ക്യാമറ അഴിമതി വന്നു. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനെതിരായി ആദ്യ ഭരണകാലത്തും രണ്ടാം ഭരണകാലത്തും എത്രയോ അഴിമതികൾ ഇവിടെ ഉണ്ടായി. ആ അഴിമതിക്കെതിരെ പടപൊരുതുന്നതിന് എന്ത് തടസ്സമാണ് VM സുധീരനുണ്ടായിരുന്നത്? അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാളി എന്നാണല്ലോ രതീഷ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ പിണറായി വിജയനെതിരായിട്ടുള്ള അഴിമതിക്കെതിരായി വലിയൊരു ഒറ്റയാൾ പോരാട്ടം നടത്താൻ സുധീരന് കഴിയുമായിരുന്നില്ലേ? സുധീരന് ആ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ സുധീരൻ എന്താണ് ചെയ്യുന്നത്? സുധീരൻ പിണറായി വിജയൻ മിസ്സിംഗ് ദ വുഡ് ഫോർ ദ ട്രീസ് എന്ന് പറഞ്ഞ പോലെയാണ്. പിണറായി വിജയൻ്റെ അഴിമതിയെ സുധീരൻ കാണുന്നില്ല. സുധീരൻ്റെ കർത്താവിൻ്റെ അഴിമതി കാണുന്നു.
സുധീരനെ സംബന്ധിച്ചിടത്തോളം സുധീരന് മുമ്പിലുള്ളത് കോൺഗ്രസ് അഴിമതി എന്ന് പറഞ്ഞൊരു അഴിമതിയാണ്. അങ്ങനെ അതൊരു പുതിയ അഴിമതി അയാൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരേ തരത്തിലുള്ള അഴിമതി. ഇപ്പം രതീഷ് കട്ടാലും ഞാൻ കട്ടാലും അതിന് അഴിമതി എന്നാണ്. അത് രതീഷ് കക്കുന്ന അഴിമതി, ഷാജാൻ കക്കുന്ന അഴിമതി, മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ അഴിമതി മാത്രമേ ഇയാൾ കാണുകയുള്ളൂ. CPM-ന്റെ അഴിമതി ഒരു ഘട്ടത്തിലും ഇയാൾ കാണില്ല. എന്നും മാത്രമല്ല, കോൺഗ്രസ് ഒരല്പം പച്ച പിടിക്കുന്നു എന്ന് വരുമ്പോഴത്തേക്കും അയാൾ ചാടി വീഴുകയാണ്. ഇത് ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പല്ലേ ഞാൻ ചെയ്ത്. കോൺഗ്രസിനെ അയാൾ വിമർശിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ കോൺഗ്രസിന്റെ എത്ര യോഗങ്ങൾ ഇതിനു മുമ്പ് നടന്നിരിക്കുന്നു? ഈ മറ്റേ താരിഖ് അൻവർ വന്ന എത്രയോ യോഗങ്ങൾ നടന്നിരിക്കുന്നു. ആ യോഗങ്ങളിലൊന്നും ഇല്ലാത്ത നിലയിലുള്ള ഒരു വലിയ പൊട്ടിത്തെറി ഇപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. താരിഖ് അൻവർ എന്ന് പറഞ്ഞ കേന്ദ്ര നിരീക്ഷകൻ, അയാൾ ഒരു ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അയാളെ മാറ്റി പുതിയൊരു ആള് വരുന്നു. അവർ ദീപാദാസ് മുൻഷി എന്നുള്ള താരതമ്യേന ഭേദാണെന്നാണ് ഞാൻ പ്രിയഞ്ജൻദാസ് മുൻഷിയുടെ അവർ ബംഗാളിൽ നിന്ന് വന്നതാണ്. ബംഗാളിലെ ഈ പറഞ്ഞ അടിച്ചമർത്തലെല്ലാം ഫേസ് ചെയ്ത് വന്നൊരു സ്ത്രീയാണ്. അപ്പൊ അവർ വരുമ്പോൾ കോൺഗ്രസിനകത്ത് പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് അവിടെ കയറിയിട്ട് അത് കംപ്ലീറ്റ് ഈ പറഞ്ഞതുപോലെ ഈ വെടക്കാക്കി തനിക്കാക്കുന്നത് പോലെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഈ ഗവൺമെന്റിനെതിരെ തീരുമാനിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ കയറി അതിനെ കംപ്ലീറ്റ് അയാൾ തകർക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിന് സുധീരൻ പറയുന്ന ഒരു ന്യായം, ഇപ്പൊ സുധീരനുമായ അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ന്യായം എന്താ വെച്ചാൽ, സുധീരൻ നേരത്തെ തന്നെ AICC സമിതിയിൽ നിന്ന് രാജിവെച്ചിരുന്നു, ഇവിടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അപ്പൊ ആ രണ്ടുപേരുമായിട്ട് സഹകരിക്കുന്നില്ല. പക്ഷെ താരിഖ് അൻവറിനെ മാറ്റി പുതിയൊരാളെ വന്നപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി പോയതാണ് എന്നുള്ളൊരു ന്യായീകരണമാണ് അദ്ദേഹം പറയുന്നത്. അല്ല രതീഷ്, ഞാൻ പറഞ്ഞത് അയാൾ ന്യായീകരണം പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. നമ്മളൊന്ന് നിഷ്പക്ഷമായി നോക്കിയേ, ഇത്തവണ അയാൾ ചെയ്തതെന്താ? ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ എല്ലാ യോഗങ്ങളും നടക്കുമ്പോഴും അതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശനം ഇല്ലാത്ത ഒരു യോഗം കോൺഗ്രസിൽ നടക്കാറില്ല. പക്ഷെ ഇത്തവണ കരുതി കൂട്ടി ചെയ്താണെന്നുള്ളതിന് എന്താണ് തർക്കം? ഓരോ ഇഞ്ചിലും പരസ്യമായിട്ട് എതിർക്കുകയായിരുന്നു. ദീപാദാസ് മുൻഷിയും അവരെയും എതിർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് പരസ്യമായി വിമർശനം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ പോയി. അത് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നാണെന്നൊക്കെ പറയുമ്പോഴും എത്ര നിരുത്തരവാദപരമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് CPM-കാർ പറയുന്നതിനേക്കാളും ഊർജ്ജസ്വലതയോടുകൂടിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. CPM-കാരോട് ഒന്നും പറയുന്നില്ല. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ VM സുധീരൻ പറഞ്ഞ പല അഭിപ്രായങ്ങളോടും യോജിക്കുന്ന ഒരാളുമാണ് ഞാൻ, അത് വേറെ കാര്യം. പക്ഷേ CPM-കാർ പോലും കാണിക്കാത്ത ഒരു ആക്രമണോത്സുകതയിൽ ഒറ്റ പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കാരോട് ഈ നേതൃത്വത്തിനെ അങ്ങ് തകർത്ത് ഇല്ലാതാക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇപ്പൊ കോൺഗ്രസിൽ 5 ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് മാധ്യമങ്ങളോടാണോ ഒന്ന് പറയേണ്ടത്? കോൺഗ്രസിനകത്ത് 5 ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള നിലയിലുള്ള വിമർശനം അതിനകത്ത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. സുധീരൻ പറയുന്നതിനേക്കാൾ വലിയ വിമർശനം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. എനിക്കത് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ വന്നിട്ട് പത്രക്കാരോട് പറയുന്ന സുധീരൻ തലതല്ലി പൊളിക്കുന്നവന് ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പിണറായി വിജയൻ പറയുന്ന പിണറായി വിജയനെ വെറുതെ അങ്ങ് വിടുന്നു. മനസ്സിലായില്ലേ? വെറുതെ അങ്ങ് വിട്ടിട്ട് ഇപ്പം മൃദു ഹിന്ദുത്വമാണെന്ന് പറഞ്ഞു. മൃദു ഹിന്ദുത്വം പിണറായി വിജയനും MV ഗോവിന്ദ മാസ്റ്ററും അല്ലേ കേരളത്തിൽ മൃദു ഹിന്ദുത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നു? അത് പറയുന്നില്ല. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടങ്ങൾ മുഴുവൻ ആവോളം അനുഭവിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ അയാൾ ഇനി എന്ത് സ്ഥാനത്താണ് അയാൾ ഇനി കേരളത്തിൽ കോൺഗ്രസിൽ ഇരിക്കാനുള്ളത്? അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് അതിനകത്തൊന്നും സംഭവിക്കാൻ പോണില്ല. കാരണം കോൺഗ്രസ് പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു പഴന്തുണി പാർട്ടി ആയതുകൊണ്ട് മനസ്സിലായില്ല. കാരണം കെ മുരളീധരനൊക്കെ ഇതിനകത്ത് നിൽക്കുകയാണല്ലോ ഇപ്പോഴും. ആ തുണി ഉരിഞ്ഞൊക്കെ നമ്മൾ മറന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുക. അഹമ്മദ് പട്ടേലിനെ മുക്കാലി കെട്ടി അടിക്കുക. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇതിനകത്ത് ഇങ്ങനെ പോവുകയുള്ളൂ. അഹമ്മദ് പട്ടേൽ അലൂമിനിയം പട്ടേൽ, അതെ അലൂമിനിയം പട്ടേൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്ര പച്ച പരസ്യമായി CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഗൗരവമായിട്ട് തന്നെ സംശയമാണ്. അല്ല, ഈ VM സുധീരനെ പോലെയുള്ള ആളുകളെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ ബിൽഡ് ചെയ്ത് മനഃപൂർവ്വം കൃത്യമായി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ അത് ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന ഒരാൾ, വലിയ ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന ഒരാൾ, പക്ഷെ അദ്ദേഹമാണ് നാർദയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട് പിന്നെ പുറത്താക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം,
VM സുധീരനൊക്കെ ഒരുപാട് കാലം സഞ്ചരിച്ചിരുന്ന ഒരു മുതലാളി കൊടുത്തിരുന്ന കാറിലും അദ്ദേഹം അടിക്കുന്ന പെട്രോളിലും ഒക്കെയാണ് സഞ്ചരിച്ചുകൊണ്ട് ഈ പറയുമ്പോഴും തൃശ്ശൂരത്ത് അത് തന്നെ അക്കാര്യം. അപ്പൊ ഇത് പക്ഷെ എന്റെ ചോദ്യം, ഇപ്പൊ VM സുധീരനെ പോലെയുള്ള ആളുകളെയാണ് ജനം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കുറച്ചുകൂടി കണ്ടിരുന്നതെങ്കിൽ വളരെ ഭീകരമല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയും അവസ്ഥ? കാരണം VD സതീശനെ കൊടുത്തത് പ്രതിപക്ഷ നേതാവ് ആക്കിയത് പോലും പിണറായി ആണെന്നുള്ള ആരോപണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കറപ്റ്റഡ് അല്ലാന്ന് നമ്മൾ വിചാരിക്കുന്ന VM സുധീരൻ അടക്കമുള്ള ആളുകൾ പിണറായി വിജയന്റെ ആളുകളായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നെക്സസ് ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ പിന്നെ രതീഷ്, ഇതിനകത്ത് ഏറ്റവും വലിയ ഗതികെട്ട ഒരവസ്ഥ അതാണ്. ഇപ്പം വധശ്രമം എനിക്കെതിരെ വന്നു പറഞ്ഞു, വധശ്രമം നിങ്ങൾക്കെതിരെ നാളെ വരാം, ആർക്കെതിരെയും വരാം, ഇവിടെ ഇരിക്കുന്ന ആർക്കെതിരെയും വരാം. എന്താണെന്ന് കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആർക്കെതിരെ എന്തും സംഭവിക്കാം. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം കേട്ടത് പിന്നെ നവകേരള സദസ്സ് 2-ാം തീയതിയാണ് അവസാനിക്കുന്നത്. 1-2 സ്ഥലത്തും കൂടെ വരാനുണ്ടല്ലോ. അതുകൂടെ കഴിഞ്ഞ CPM കാരൻ വേണം എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പിണറായി വിജയൻ. മനസ്സിലായി? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ട്രെയിനിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ഈ വി ജോയ് എന്ന് പറഞ്ഞൊരു MLA ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ മത്സരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തോറ്റു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കൈയും കാലും ഞാൻ വെട്ടിക്കളയും എന്ന് CPM കാരനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു അതിഗുരുതരമായിട്ടുള്ളൊരവസ്ഥ, ഒരു അത്യസാധാരണമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും യേസ് മൂളുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ് ഇവിടെ. ഇത് ചെറിയൊരു കാര്യമല്ല ഇത്. അയാൾ പാർട്ടി അണികളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, അടുത്ത പ്രാവശ്യം ചെയ്യണം. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിലൊന്ന് ആലോചിക്കും. നമ്മളൊരു സൂപ്പർ ഫ്ലൂസ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ്. ഇപ്പം ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്ന ഒരാൾ രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് റാങ്ക് ആൻഡ് ഫയലിന് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോലീസ് സേന ഉണ്ടായിട്ടും എതിരാളികളെ അടിച്ച് തല പൊട്ടിക്കാനും കൈയും കാലും ഒടിക്കാനും DYFIക്കാരെ ഏൽപ്പിക്കുമ്പോൾ ആ DYFIക്കാരന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. കാരണം എന്തും ചെയ്യാം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് പിണറായിയുടെ വത്സല ശിഷ്യൻ എന്ന് പറഞ്ഞു, മറ്റേ വണ്ടിപ്പെരിയാറിലെ ഏരിയ സെക്രട്ടറി സാബു. അയാൾ പച്ചത്തെറി, അത് ഞാൻ കേൾപ്പിച്ചില്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറയുന്നതോടൊപ്പം തന്നെ അയാൾ പറയുന്നുണ്ട് ഇത് ഇവിടെ ഞങ്ങളുടെ പോലീസാണ് ഇവിടെ ഉള്ളത്, പിണറായി വിജയന്റെ പോലീസാണ്. മനസ്സിലായോ? എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കൈകാര്യം ചെയ്തു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല. ഇപ്പം ഞാൻ തന്നെ ഏറ്റവും അവസാനം എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൻ്റെ പടം ഞാൻ 2 പോലീസുകാരായിട്ട് പോകുന്നതാണ്. കാരണം എന്നെ ജയിലിലാക്കിയിരുന്നപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പം അതാണ് എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ. അതിന്മേൽ ആ ഫോട്ടോ എടുത്തിട്ട് പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ ഫേസ്ബുക്കിൽ ഇടുകയാണ്. അത് സംബന്ധിച്ച് അത് ഇട്ടവന്മാരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ ഞാൻ പിന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് 2 മാസമായിട്ട് അനക്കയില്ല. 1 വർഷം മുമ്പ് എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കത്ത് കൊടുത്തിരുന്നു, അനക്കയില്ല. മനസ്സിലായോ? അപ്പം കേരളത്തിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം കേരളത്തിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എല്ലാ അധമ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഓശാന പാടുന്ന ഒരാളാണെന്ന് വരികയും പോലീസ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രതീഷേ, DGP എന്ന് പറഞ്ഞൊരു റാങ്ക്, അയാളാണല്ലോ കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ. അവിടെ എത്രയോ നല്ല ആളുകൾ ഇരുന്നിട്ടുണ്ട്. അവിടെ മറ്റേ ഇയാൾ ഇരുന്നിട്ടുണ്ട്, ഹോർമിസ് തരകൻ ഇരുന്നിട്ടുണ്ട്, ബാലസുബ്രഹ്മണ്യം ഇരുന്നിട്ടുണ്ട്, TP സെൻകുമാരൻ DGP ആയിരുന്നപ്പോഴത്തേക്കും ആ സ്ഥാനത്ത് ഒരാൾ ഇപ്പം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദർവേഷ് സാഹിബ് ഏത് മാളത്തിലാണ് അയാൾ ഉള്ളത്? പുള്ളിയല്ല ശരിക്കും DGP. ഞാൻ പറഞ്ഞത് അയാളില്ല. ഞാൻ പറഞ്ഞ അയാൾക്ക് എന്തുകൊണ്ടാണ് അസർട്ട് ചെയ്യാൻ കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലാത്തത്. കാരണം പ്രകാശ് വേഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസുണ്ട് TP സെൻകുമാർ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു DGP ആക്കി കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. മനസ്സിലായോ? ആ സ്ഥാനത്ത് ഇപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? MR അജിത് കുമാർ എന്ന് പറഞ്ഞ ആളാണ്. ആരാണ് MR അജിത് കുമാർ? അയാളാണ് ഷാജ് കിരൺ എന്ന് പറഞ്ഞൊരുത്തൻ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് ചെന്നപ്പം അയാളും മറ്റേ സാക്കറയും കൂടെ ചേർന്ന് 56 തവണ വിളിച്ചു എന്ന് സ്വപ്ന സുരേഷ് പത്രസമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞു. ആ പറഞ്ഞിട്ട് പിറ്റേ ദിവസം സാക്കറ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ നിഷേധിച്ചില്ല. അവസാനം 26 or 28 കോൾസ് അയാൾ നടത്തിയത്, MR അജിത് കുമാർ നടത്തിയത് പുറത്തു വന്നതാണ്. അയാളാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP. അയാളും P ശശിയും കൂടാണ് ഭരണം നടത്തിക്കൂടി. ഞാനത് കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിൽ പറഞ്ഞു. ഞാനത് ഇവിടെ നിങ്ങളുടെ തൊന്നൂടെ പറയുകയാണ്. ഞാൻ ഈ ADGPക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നീങ്ങാൻ പോവുകയാണ്. കാരണം അയാൾ പിന്നെ മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനെ വിളിച്ച ഫോൺ നമ്പേഴ്സ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളതാണ്.
അയാൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതിന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? അയാളെ ADGP ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത ഏറ്റവും അവസാനത്തെ കേസ് എന്താ? മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഓഫീസിലേക്ക് ഇടിച്ചു കയറി. ഇടിച്ചു കയറിയപ്പോഴത്തേക്കും അത് റിപ്പോർട്ട് ചെയ്ത പിന്നെ ജനം ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ മാത്രം കേസ്. അവിടെ മനോരമയും മാതൃഭൂമിയും മീഡിയ 1ഉം 24ഉം എല്ലാ മാധ്യമപ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ജനം ചാനലിനെതിരെ മാത്രം കേസ്. അപ്പം അത്രയ്ക്ക് അസംബന്ധ നാടകങ്ങൾ, ഈ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പോലീസ് സേനയിൽ നിന്ന് എല്ലാ വൃത്തികേടുകൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് MR അജിത് കുമാറാണ്. ഞാൻ MR അജിത് കുമാർ, ഞാൻ ഈ വീഡിയോയിൽ ഇതിൽ കൂടെ ഞാൻ പൊതുമണ്ഡലത്തിൽ ഞാൻ പറയാനിരിക്കുക, MR അജിത് കുമാർ ഉൾപ്പെടെ കേൾക്കാൻ വേണ്ടിയിട്ട് പൊതുപ്രവർത്തകനോ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഐ ആം ഗോയിങ് ടു പ്രൊസീഡ് എഗൻസ്റ്റ് ഹിം പിന്നെ ലീഗലി. അത് ഞാൻ CRPC 197 പ്രകാരം അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. അത് സർക്കാർ തരില്ല നമുക്ക് ഉറപ്പാണ്. പക്ഷെ അത് തന്നില്ലെങ്കിൽ ഞാൻ കോടതിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അയാൾ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ഒരു 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 ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് പൊതുമണ്ഡലത്തിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്കാണ്, എത്ര സ്ഫോടനാത്മകമാണ് ഈ കേരളത്തിലെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എനിക്കോ രതീഷിനോ മാത്രമല്ല ഭീഷണി, ഏറ്റവും താഴെത്തട്ടിലുള്ള ഡൗൺ റോഡിനായിട്ടുള്ള ആളുകൾക്കെല്ലാം ഭീഷണിയാണ്. കാരണം ഇനി വേറൊരു വശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർഷോ എന്ന് പറഞ്ഞ ഒരുത്തൻ 42 കേസിലെ പ്രതി, വധശ്രമ കേസിലെ പ്രതി, അയാൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയെ പട്ടി, ചെറ്റെ, തെണ്ടി എന്ന് വിളിക്കുന്നു. ഇത് കൊടുക്കുന്നൊരു സന്ദേശം എന്താ? അതെ, മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കും എന്തും ചെയ്യാം. നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു DYFIക്കാരനോ അല്ലെങ്കിൽ ഒരുത്തരോ ഒന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ചത്തുപോയി, അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അല്ല, ഇവരിത് എന്ത് ലെവലിലേക്ക്, കാരണം മൈക്കിനെതിരെ പോലും കേസെടുത്തു. ഞാനത് പറയുമ്പോൾ എൻ്റെ തീർന്നില്ല, എൻ്റെ രതീഷ് ചോദിച്ചതിൻ്റെ അവസാന ഭാഗം, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സംഭവമാണ് പ്രതിപക്ഷം. അവിടെയാണ് ഞാൻ VS അച്യുതാനന്ദനെ ആലോചിക്കുന്നത്. VS അച്യുതാനന്ദൻ ഉള്ളപ്പോൾ ഇത് നടക്കുമോ? ഒരു സ്ത്രീപീഡന കേസ്, സ്ത്രീകളെ പീഡിപ്പിക്കാൻ പോകുന്ന പോലും പെട്ടെന്ന് ആലോചിക്കുന്ന അയാൾ മുകളിലിരിക്കല്ലേ കുഴപ്പമാകുമെന്നാണ്. ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കാൻ പോകുന്നവൻ പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ അവനെ ഓടിപ്പോയി സ്ത്രീകളെ പീഡിപ്പിക്കും. കാരണം അയാളാണ് അവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? അപ്പം ആ ഒരു വലിയ വ്യത്യാസം ഇവിടെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിപ്പം അവർ ക്ലൂലെസ്. അവരെ സംരക്ഷിക്കാൻ സമൂഹത്തിൽ ആരുമില്ല. കാരണം ഇത്രയും അധപ്പതിച്ച ഒരു പ്രതിപക്ഷ സംവിധാനം, അത് UDFും കോൺഗ്രസും മാത്രമല്ല, BJP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ. 9 വർഷമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവരാണ്. ഈ നവകേരള സദസ്സിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിന് അവരിവിടെ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകും, എന്താ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് തന്നെ പറയുന്നു. സുരേഷ് ഗോപിക്ക് എന്ത് പൊളിറ്റിക്സ് ആണുള്ളത്? സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാനും ജയിക്കാനും നിൽക്കുകയാണ്. അയാൾ അവിടെ കരുവന്നൂരിൽ വന്നിട്ട് ഒരു ജാഥ നടത്തി, പിന്നെ കൈയും കാലും എല്ലാം കൂടെ പോയി ബോധം കെടാൻ വേണ്ടിയിട്ടൊക്കെ പോയി, അയാൾ അയാളുടെ വഴിക്ക് പോയി. ഞാൻ ചോദിച്ച ചോദ്യം, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും വിമർശനങ്ങൾ ഉയർന്നില്ലേ? ഹാസ് സുരേഷ് ഗോപി സ്പോക്കൺ എ സിംഗിൾ വേർഡ് എഗൻസ്റ്റ് നവകേരള സദസ്? മിണ്ടിയിട്ടില്ല അയാള്. അല്ല, അതിനൊന്നുള്ള പൊളിറ്റിക്സ് പുള്ളിക്ക് അറിയാം. അത്രേ ഉള്ളൂ അയാളുടെ പൊളിറ്റിക്സ്. എന്ന് മാത്രമല്ല, അയാളോട് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നിങ്ങളെ അവിടെ നിന്ന് ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ ജയിപ്പിക്കാൻ പോവുകയാണ്, അയാളെ ജയിപ്പിക്കാൻ വേണ്ടി പിണറായി ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് അയാളുടെ ആ വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഇത് ഇന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, എന്തെങ്കിലും ഉണ്ടോ അതിന്? എന്നെ 6 ദിവസം ജയിലിലിട്ടിട്ട് 7 വർഷം ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും അയാൾക്ക് മുൻകൂർ ജാമ്യത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്തിനാണ്? അവിടുന്ന് അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ അത്യസാധാരണമായിട്ടുള്ള ഡിസപ്പിയറൻസ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ഡിസപ്പിയർഡ് ഇൻ ടു തിൻ എയർ എന്നൊക്കെ പറയുന്നത് പോലെ അതാണ് ഏറ്റവും വലിയ ഭീഷണി നമ്മളെ സംബന്ധിച്ച്. അല്ല, അത് തന്നെയാണ് എൻ്റെ ചോദ്യം. കാരണം ഇത് കേരളം അത്രമാത്രം ഒരു തിരിച്ചു നടക്കുകയാണ് നമ്മൾ നേടിയ എല്ലാ നേട്ടങ്ങളിൽ നിന്നും. ഇപ്പം നേരെ നിതീഷ് കുമാർ ബീഹാറിൽ അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇപ്പോൾ നിതീഷ് കുമാർ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പരിഷ്കരണം എന്ന് പറയുന്നത് സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാം എന്നുള്ളതാണ്. ആ പരാതിയുടെ കൊടുത്ത് ഒരു നടപടി ഉണ്ടാവില്ല. പക്ഷേ നേരത്തെ ആണെങ്കിൽ പരാതി പോലും കൊടുക്കാൻ
കഴിയില്ല. അപ്പോൾ സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക്, അതായത് ഇഷ്ടക്കാർക്ക് മാത്രം പരാതി കൊടുക്കാം, പരാതി കൊടുത്താൽ ആവശ്യമില്ലാത്തവർക്ക് നടപടി ഉണ്ടാവും. പക്ഷേ സാറിനെ പോലുള്ള ആൾ ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ SHO പോലും നടപടിയെടുക്കാൻ ഭയക്കുന്നു, ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പോൾ സാറ് കോടതി പോയാൽ പോലും കോടതി തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ ഉത്തരവിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പോലും എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സാറേ പിന്നെ ആരെയാണിത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ രതീഷ്, എന്നുവെച്ചാൽ അതിഭീകരമായിട്ടുള്ളൊരു ഒരു 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 ദിശാസന്ധിയിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനം. അവരാരെയോ ഏതോ രക്ഷകനെയോ അവർ അന്വേഷിക്കുകയാണ്. അവരുടെ മുന്നിൽ രക്ഷകനില്ല. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ആളുകൾക്ക് ഭയമാണ്. എന്നുവെച്ചാൽ ഇതിനകത്തൂടെയൊക്കെ ഈ പിണറായി സമൂഹത്തിലേക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്? ഭയമാണ്, ഭയം. മനസ്സിലായത്? പാർട്ടി അണികൾക്ക് ഭയമാണ്. എന്താണ് ഈ പാർട്ടിയിൽ ഒന്നും നടക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. നടന്നു കഴിഞ്ഞാൽ അവൻ്റെ കൈകാലം വെട്ടിക്കളയും. മനസ്സിലായില്ലേ? അല്ലാത്ത ആളുകൾക്ക് ഭയമാണ്. മനസ്സിലായി? അപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭയമാണ്. പക്ഷേ ആളുകളുടെ ഇടയിലുള്ള എതിർപ്പെന്ന് പറയുന്നത് ഇങ്ങനെ കനല് പോലെ കത്തി നിൽക്കുകയാണ്. ഇതെവിടെയാണ് പോയി അവസാനിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആരെയെങ്കിലും ഒരാളെ ജനം ഒരു ഇതിനൊരു ബദലായി കണ്ടാൽ, അതാരാണെന്നുള്ളത് നമുക്ക് യാതൊരു കണ്ടാൽ ഒരു പക്ഷേ അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും ചിലപ്പം ജനം കൊണ്ടുവന്ന് വെച്ചെന്നിരിക്കും. എന്താണ് എൻ്റെ ഉദാഹരണം? അച്യുതാനന്ദൻ ഒരു ലെജൻഡായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ ആ ലെജൻഡായിട്ടുള്ള അച്യുതാനന്ദന് പോലും പാർട്ടി എതിരായിരുന്നു. അച്യുതാനന്ദൻ ഏത് സമരം ഏറ്റെടുത്തോ ആ സമരത്തിന് മുഴുവൻ പാർട്ടി എതിരായിരുന്നു. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? പാർട്ടി അച്യുതാനന്ദനെ നിർത്തില്ലെന്ന് തീരുമാനിച്ചു. CPM-നകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പാർട്ടി തീരുമാനിക്കുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. പക്ഷേ കേരളത്തിലുണ്ടായിട്ടുള്ള ആ ഒരു വലിയ ഒരു അതിഭീകരമായിട്ടൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്തായിരുന്നു ജനങ്ങളുടെ? മനസ്സിലായി? അത് കേരളത്തിൽ നമ്മൾ ദർശിച്ചിട്ടില്ല. അവിടെ ഇവിടെ നമ്മൾ വ്യത്യാസം എന്താ? അന്ന് അച്യുതാനന്ദൻ സമരം ചെയ്ത് പാവപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരായിട്ടായിരുന്നു. എനിക്കതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പം ഒരുപാട് കുറ്റബോധമുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ പോലെ പൊതുമണ്ഡലത്തോടൊരു സമസ്താപരാധം പറയണം എന്നെനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ഘട്ടത്തിലാവാം. ഞാൻ അതിന് തയ്യാറാവണം. എന്നാലേ അത് അല്ലെങ്കിൽ എനിക്കതൊരു ഭയങ്കര കുറ്റബോധം. എത്രയോ ഭേദം എന്നല്ല, കമ്പാരിസൺ വല്ലതും ഉണ്ട്. ഞാനിപ്പോൾ ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അവിടെ കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഖബർ സന്ദർശിച്ചു. ഞാനിപ്പോൾ ദിവസം 2-3 പ്രാവശ്യമെങ്കിലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കും. എൻ്റെ പ്രേരക ശക്തി പിണറായി വിജയനാണ്. നമ്മളതിൻ്റെ ഒരു പോസ്റ്റ് 4500 ലൈക്ക്. 4500 ലൈക്ക്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉമ്മൻചാണ്ടിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടാണ് അച്യുതാനന്ദൻ അന്ന് നേട്ടം ഉണ്ടാക്കിയത്. 95 സീറ്റ് അയാൾ നേടി. ആ സ്ഥാനത്ത് ആരെങ്കിലും ജനം ഒന്ന് ഐഡന്റിഫൈ ചെയ്താലുണ്ടല്ലോ, ഒരു സംശയവും വേണ്ട, അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയാലും അത്ഭുതപ്പെടണ്ട. ഇതിന് ഉദാഹരണം ഞാൻ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞിട്ട് പഞ്ചാബിലിരിക്കുന്ന മുഖ്യമന്ത്രി ആരാ? അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അയാളൊരു കൊമേഡിയൻ ആയിരുന്നു. അതായത് പിന്നെ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ആരാവണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് 3-4 പേര് കൊടുത്തു. അതിൽ ജനം തെരഞ്ഞെടുത്ത, ഇന്നലെ വരെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത, ഇപ്പോഴും രാഷ്ട്രീയം അറിയാത്ത, രാഷ്ട്രീയവും ഇല്ല പ്രതിജാത്തിലും ഇല്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്തവൻ ഇവിടെ ഇരിക്കുകയാണ്. ഇനി പഞ്ചാബിൽ നിങ്ങൾ എടുത്തു നോക്കിയേ. പഞ്ചാബിൽ പതിറ്റാണ്ടുകളായിട്ട് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ ഒരു ബദലിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഞ്ചാബിലേക്ക് നോക്കൂ. അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ അകാലിദളായിരുന്നു അവിടെ പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ജനം എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരർത്ഥത്തിൽ നാളെ ഒരു ബദലിലേക്ക് ആളുകളെ എത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അവകാശവാദമൊന്നും ഉന്നയിക്കുകയും വേണ്ട.